and welcome back to EJU's International Academy. I'm Jasna and welcome to our German language course. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രാമാറ്റിക് പോർഷൻ ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആണ് regelmäßige und unregelmäßige Verben. regelmäßige und unregelmäßige Verben. regelmäßige എന്നാൽ റെഗുലർ verbs നും unregelmäßige എന്നാൽ irregular verbs നുമാണ് പറയുന്നത്. Okay, so regelmäßige Verben വേറൊരു പേരുണ്ട്. regelmäßige Verben പറയുന്ന പേരാണ് schwache Verben. schwache എന്നാൽ weak എന്നാണ് അർത്ഥം. So schwache Verben എന്നാലോ weak verbs എന്നാണ് അർത്ഥം. So regelmäßige Verben schwache Verben എന്ന് വേറെ പേരാണ്. unregelmäßige Verbenോ starke Verben. starke Verben. starke എന്നാൽ strong എന്നാണ് അർത്ഥം. So starke Verben എന്നാലോ സ്ട്രോങ് വേർബ്സ് അല്ലെങ്കിൽ പവർഫുൾ വേർബ്സ് എന്നാണ് അർത്ഥം. സോ unregelmäßige Verbenന്റെ വേറൊരു പേരാണ് starke Verben. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് regelmäßige und unregelmäßige Verben im Presens. പ്രസന്റ് ടെൻസിൽ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് regelmäßige Verbenനെ കുറിച്ച് നോക്കാം. എന്താണ് regelmäßige Verben? Bei regelmäßige Verben bleibt der Stamm gleich, nur die Endung ändert sich. ഓക്കെ, regelmäßige Verbenല് വെർബ് സ്റ്റെം സെയിം ആണ്. അവിടെ യാതൊരുവിധ ചേഞ്ചും ഇല്ല. അവിടെ എൻഡിങ്ങിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇൻഫിനിറ്റീവ് എൻഡിങ്ങിലാണ് ചേഞ്ച് വരുന്നത്. അതിനെയാണ് regelmäßige Verben എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ ലേണൻ. ലേണൻ ലേണൻ എന്താണ് ടു ലേൺ എന്നാണ് അർത്ഥം. സോ ലേണൻ എന്ന വെർബിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലേൺ എന്നും ഏൻ എന്നും. സോ ലേൺ എന്നാണ് അവിടെ വെർബ് സ്റ്റെം അല്ലെങ്കിൽ വെർബ് സ്റ്റാം എന്ന് പറയും. ഏനാണ് അവിടുത്തെ ഇൻഫിനിറ്റീവ് എൻഡും. ഓക്കെ, ഏനാണ് അവിടുത്തെ ഇൻഫിനിറ്റീവ് എൻഡും. സോ വെർബ് സ്റ്റെം നമ്മൾ അതേപോലെ എഴുതും regelmäßigeല്. അവിടുത്തെ ചേഞ്ച് വരുന്നത് എൻഡിങ്ങിൽ മാത്രമേ ഉള്ളൂ. എൻഡിങ് ആയ ഏൻ മാറ്റി ഓരോ പേഴ്സണൽ പ്രൊണൗൺസിന്റെയും എൻഡിങ് നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഓരോ പേഴ്സണൽ പ്രൊണൗൺസിന്റെ എൻഡിങ് എന്നാ നമുക്ക് നോക്കിയാലോ. ആദ്യം ഇഹ്. ഇഹിന്റെ കൂടെ എൻഡിങ് ആണ് എ. ദു. ദുവിന്റെ കൂടെ എൻഡിങ് എന്താണ് എസ്റ്റേ. എർസിഎസ്. എർസിഎസിന്റെ കൂടെ എൻഡിങ് എന്താണ് ടേ. വിയർ. വിയറിന്റെ കൂടെ എന്താണ് എൻഡിങ് എ എൻ. ഇയർ. ഇയറിന്റെ കൂടെ എന്താണ് എൻഡിങ് ടേ. സി സി ഫോർമാൽസി അല്ലെങ്കിൽ പ്ലൂറാൽസി. ഫോർമാൽസി അല്ലെങ്കിൽ പ്ലൂറാൽസിയുടെ കൂടെ എന്താണ് എൻഡും എ എൻ. സോ വിയറിന്റെ കൂടെയും ഫോർമാൽസി അല്ലെങ്കിൽ പ്ലൂറാൽസിയുടെ കൂടെയും നമുക്ക് എൻഡും വരുന്നത് എ എൻ ആണ്. സോ കിട്ടുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഫോം പോലെ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ലേണൻ. സോ ലേണന്റെ വെർബിന്റെ വെർബ് സ്റ്റെം ഏതാണ് ലേൺ. എൻഡും എന്തായിരുന്നു എ എൻ. സോ എൻഡും നമ്മൾ റിമൂവ് ചെയ്യാം. സോ ലേൺ എന്ന വെർബ് സ്റ്റെം അതേപോലെ എഴുതി. ഇഹിന്റെ എൻഡിങ് എന്താണ് എ. സോ ലേൺ ഇഹ് ലേൺ. ദുവിന്റെ കൂടെ എന്താണെന്നു എൻഡിങ് എസ്റ്റേ. സോ ദു ലേൺസ്റ്റ്. എർസിഎസിന്റെ കൂടെ എന്തായിരുന്നു എൻഡിങ് ടേ. സോ എർസിഎസ് ലേൺഡ്. വിയറിന്റെ കൂടെ എന്തായിരുന്നു എ എൻ. സോ വിയർ ലേണൻ. ഇയറിന്റെ കൂടെ എന്തായിരുന്നു എൻഡിങ് ടേ. സോ ഇയർ ലേൺഡ്. പ്ലൂറാൽസി അല്ലെങ്കിൽ ഫോർമാൽസിയുടെ കൂടെ എന്തായിരുന്നു എൻഡും എ എൻ. സോ ലേണൻ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ വെർബ് സ്റ്റെമ്മില് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ലേൺ എന്ന വെർബ് സ്റ്റെം ആണ് ഇവിടെ സെയിം ആയിട്ട് എല്ലായിടത്തും എഴുതിയിട്ടുള്ളത്. ആകെ ചേഞ്ച് വരുന്നത് എൻഡിങ്ങിൽ മാത്രമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വോണൻ. വോണൻ. വോണൻ മീൻസ് ടു ലീവ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ വോണൻ എന്ന വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോമിന്റെ വെർബ് സ്റ്റെം എന്താണ് വോൺ. വോൺ എന്നാണ് അവിടുത്തെ വെർബ് സ്റ്റെം. എൻഡും ഇൻഫിനിറ്റീവ് എൻഡും എ എൻ ആണ്. സോ എ എൻ എന്ന ഇൻഫിനിറ്റീവ് എൻഡും നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് എഴുതാൻ പോകുന്നത്. സോ വോൺ എന്നാണ് വെർബ് സ്റ്റെം. സോ നോക്കാം. ഇഹ് വോണ് എൻഡും എ. ദു വോൺസ്റ്റ് എൻഡും എസ്റ്റേ. CS won't endum te. Wir wohnen endum an. Ihr wohnt endum te. CC wohnen
എൻഡിങ് എന്താണ്? an. ഓക്കെ, സോ ഇവിടെയും വെർബ് സ്റ്റെമ്മില് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ആകെ വരുന്ന ചേഞ്ച് എൻഡിങ്ങിൽ മാത്രമാണ്. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് റേഗൽ മേസിഗെ വെർബൻ, റെഗുലർ വെർബ്സ് എന്ന്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഉൺറേഗൽ മേസിഗെ വെർബൻ. ഉൺറേഗൽ മേസിഗെ വെർബൻ. ഉൺറേഗൽ മേസിഗയുടെ വേറെ പേരെന്തായിരുന്നു? സ്റ്റാർക്കെ വെർബൻ. സ്റ്റാർക്കെ വെർബൻ. സോ ഇറഗുലർ വെർബ്സ് അല്ലെങ്കിൽ സ്ട്രോങ് വെർബ്സ് എന്താണെന്ന് നോക്കാം. By unregelmäßige Verben ändert sich the stem. unregelmäßige Verbൽ സ്റ്റെമ്മിലും ചേഞ്ച് വരും, വെർബ് സ്റ്റെമ്മിലും ചേഞ്ച് വരും, ഇൻഫിനിറ്റീവ് എൻഡിങ്ങിലും ചേഞ്ച് വരും. ഇൻഫിനിറ്റീവ് എൻഡിങ്ങിൽ ചേഞ്ച് വരുന്നത് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പേഴ്സണൽ പ്രൊണൗൺസിന്റെയും ഓരോ എൻഡിങ് ഉണ്ട്. ആ ചേഞ്ചും വരും, വെർബ് സ്റ്റെമ്മിലും ചേഞ്ച് വരും. അതിനെയാണ് unregelmäßige Verben എന്ന് പറയുന്നത്. സോ വെർബ് സ്റ്റെം ഏതിന്റെയൊക്കെയാണ് ചേഞ്ച് വരുന്നതെന്ന് അറിയാവോ? ഡൂവിന്റെയും എർസിയസിന്റെയും വെർബ് സ്റ്റെമ്മിലാണ് ചേഞ്ച് വരുന്നത്. എങ്ങനത്തെ ചേഞ്ച് ആണ്? വൊക്കാൽ വെക്സൽ. വൊക്കാൽ വെക്സൽ മീൻസ് വവ്വലിൽ വരുന്ന ചേഞ്ചുകളാണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ വവ്വൽസിനാണ് ചേഞ്ച് വരുന്നതെന്ന്. എ എന്ന വൊക്കാൽ മാറി അവിടെ ഇ അല്ലെങ്കിൽ ഇ എ എന്ന ബുഹ്സ്റ്റാബൻ വരും, ലെറ്റേഴ്സ് അവിടെ വരും. സോ എന്താണ്? എ മാറി ഇ അല്ലെങ്കിൽ ഇ എ എന്ന ബുഹ്സ്റ്റാബൻ വരും. അല്ലെങ്കിൽ ആ മാറി ആ ഉംലോത്താകും. ആ മാറി ആ ഉംലോത്തായി മാറും. സോ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിള്. ഇവിടെ സ്പ്രഹൻ. സ്പ്രഹൻ, സ്പ്രഹന്റെ വെർബ് സ്റ്റെം ഏതാണ്? സ്പ്രഹ്. സ്പ്രഹ് എന്നാണ് അവിടുത്തെ വെർബ് സ്റ്റെം. ഇൻഫിനിറ്റീവ് എൻഡും എ എൻ ആണ്. ആ എൻഡും എ എൻ ചേഞ്ച് ആയി ഓരോ പേഴ്സണൽ പ്രൊണൗൺസിന്റെയും എൻഡും അവിടെ നമ്മൾ യൂസ് ചെയ്യും. സോ നമുക്ക് നോക്കാം. ഇഹ്. ഇഹ് സ്പ്രഹ്. ഇഹ് സ്പ്രഹ്. ഇഹിന്റെ എൻഡിങ് ആയ എ നമ്മൾ അവിടെ യൂസ് ചെയ്തു. അവിടെ വെർബ് സ്റ്റെമ്മില് ചേഞ്ച് ഒന്നുമില്ല. അടുത്തത് നോക്കാം. ദു. ദുവിന്റെ കൂടെ വെർബ് സ്റ്റെമ്മില് ചേഞ്ച് വരും. ഓക്കെ, എന്താണ് ആ ചേഞ്ച് നോക്കിയാലോ. ഇവിടെ നമ്മുടെ വൊക്കാൽ ഏതായിരുന്നു? സ്പ്രഹനിലെ വൊക്കാൽ അല്ലെങ്കിൽ വവ്വൽ ഏതാണ്? എ ആണ് അവിടുത്തെ വവ്വൽ. സോ ആ വവ്വലിലാണ് അവിടെ ചേഞ്ച് വരുന്നത്. നോക്കാം. ദു സ്പ്രിഷ്ട്. ദു സ്പ്രിഷ്ട്. ഇവിടെ എ എന്ന വൊക്കാൽ മാറി ഇ എന്ന ബുഹ്സ്റ്റാബനായി. സോ എന്താണ്? എ മാറി ഇ ആകുന്നു. സോ ദു സ്പ്രിഷ്ട്. ഇവിടെ ബാക്കി വരുന്നത് നോർമൽ ആയിട്ടുള്ള എൻഡുങ് ആണ്. നോർമൽ ആയിട്ട് ദുവിന്റെ എൻഡുങ് എന്താണ്? എസ്. അടുത്തത് നോക്കാം. എർസിയസ്. എർസിയസിന്റെ കൂടെയും വെർബ് സ്റ്റെമ്മില് ചേഞ്ച് വരും. സോ നമുക്ക് നോക്കാം. എർ സ്പ്രിഷ്ട്. എന്താണ്? എർ സ്പ്രിഷ്ട്. ഓക്കെ, സോ ഇവിടെയും എ മാറി ഇ ആകുന്നു. പിന്നെ നോർമൽ ആയിട്ടുള്ള എർസിയസിന്റെ എൻഡിങ് ഏതാണോ അതവിടെ ചേർക്കുന്നു. സോ എർ സ്പ്രിഷ്ട് അല്ലെങ്കിൽ സി സ്പ്രിഷ്ട് അല്ലെങ്കിൽ എസ് സ്പ്രിഷ്ട്. ഓക്കെ, അടുത്തത് വിയർ. വിയറിന്റെ കൂടെ എന്തായിരുന്നു എൻഡും? എൻ. സോ അവിടെ വെർബ് സ്റ്റെമ്മിലൊന്നും ചേഞ്ച് ഇല്ല. വിയർ സ്പ്രഹൻ. ഇയർ സ്പ്രഹ്ട്. അവിടെയും ചേഞ്ച് ഇല്ല. ടേ ആണ് ലാസ്റ്റ് എൻഡും. സി സി സ്പ്രഹൻ. അവിടെയും ചേഞ്ച് ഇല്ല. സോ ചേഞ്ച് വരുന്നത് ദുവിന്റെയും എർസിയസിന്റെയും വെർബ് സ്റ്റെമ്മിലാണ്. ഓക്കെ, പിന്നെ വരുന്നത് നോർമൽ ആയിട്ടുള്ള എന്ത് പേഴ്സണൽ പ്രൊണോമൻ ആണോ അതിന്റെ എൻഡും ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ unregelmäßige Verben എന്ന് പറയുന്നത്, ഇറഗുലർ വെർബ്സ്. അടുത്തൊരു beispiel നോക്കാം. sehen. sehen. sehen means to see. സോ ഇവിടെ ich sehe. ഇവിടുത്തെ വെർബ് സ്റ്റെം എന്താണ്? സേ. ഓക്കെ, സോ അത് നമ്മൾ അതേപോലെ എഴുതും. സേ. ദു. ദുവിന്റെ കൂടെ വെർബ് സ്റ്റെമ്മില് ചേഞ്ച് വരും. സോ എ മാറി എന്താണ് ആകുന്നത്? ഇ അല്ലെങ്കിൽ ഇ എ ആണ് ആകുന്നത്. സോ ഇവിടെ എന്താണ്? ഇ എ ആണ് വരുന്നത്. ഇ എ. സോ ദു ceased. ദു ceased. അടുത്തത് എന്താണ്? എർ seat. എർ seat. അവിടെയും വെർബ് സ്റ്റെമ്മില് ചേഞ്ച് വരുന്നു. wir sehen. wir sehen. അവിടെ വെർബ് സ്റ്റെമ്മിലൊന്നും ചേഞ്ച് വരുന്നില്ല. ihr seht. sie sehen. സോ ബാക്കി എല്ലായിടത്തും എൻഡുകൾ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ദുവിന്റെ കൂടെയും എർസിയസിന്റെ കൂടെയുമാണ് വെർബ് സ്റ്റെമ്മിലും എൻഡുകളും ചേഞ്ച് വരുന്നത്. അടുത്തൊരു beispiel നോക്കാം. ഫാറൻ. ഫാറൻ.
fahren means to ride അല്ലെങ്കിൽ to travel in a vehicle. Okay, നമുക്ക് നോക്കാം. Ich fahre. അപ്പോൾ അവിടുത്തെ verb stem എന്താണ്? fahr. So ich fahre. Du fährst. Du fährst. നമ്മൾ പറഞ്ഞു ആ എന്ന വൊക്കാലാണ് ഇവിടെ വരുന്നതെങ്കിൽ ആ ഉംലോത്തായി മാറും. സോ du fährst. അടുത്തത് er fährt. er fährt. അവിടെയും ചേഞ്ച് വന്നു. wir fahren. ബാക്കിയെല്ലാം സെയിം ആണ്. wir fahren, ihr fahrt, sie fahren. ഓക്കെ, സോ unregelmäßige വെർബില് ഡൂവിന്റെ കൂടെയും എർസിഎസിന്റെ കൂടെയും വെർബ് സ്റ്റെമില് ചേഞ്ച് വരുന്നു. അതുകൂടാതെ എൻഡുങ്ങില് എല്ലാത്തിലും ചേഞ്ച് വരുന്നു. ഇതിനാണ് നമ്മൾ unregelmäßige വെർബൻ എന്ന് പറയുന്നത്. എന്താണ് unregelmäßige വെർബൻ? ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കിയാലോ? ഓക്കെ, when a verb stem ends in te or de, add an extra a for an easy pronunciation. ഓക്കെ, ഒരു വെർബ് സ്റ്റെം ടേ അല്ലെങ്കിൽ ഡേ എന്ന ബുക്സ്റ്റാബിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണം എ എന്ന ബുക്സ്റ്റാബിൽ. നമുക്ക് പ്രൊണൗൺസിയേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡൂവിന്റെ കൂടെ ആണെങ്കിൽ ഡൂവിന്റെ കൂടെ നോർമൽ എൻഡും എന്താണ്? എസ് ടേ ആണ് എൻഡും. സോ ഡൂവിന്റെ കൂടെ നമ്മൾ ഒരു എയും കൂടെ ആഡ് ചെയ്യണം. സോ എ എസ് ടേ എന്ന് വരും. എന്താണ്? എ എസ് ടേ. അടുത്തത് എർസിഎസ്. എർസിഎസിന്റെ കൂടെ എന്തായിരുന്നു എൻഡും? ടേ. ഇയറിന്റെ കൂടെ എന്തായിരുന്നു എൻഡും? ടേ. സോ അവിടെ നമ്മള് ടേയുടെ കൂടെ ഒരു എയും കൂടെ ആഡ് ചെയ്യണം. സോ എന്താണ്? എ ടേ. എ ടേ. സോ ഡൂവിന്റെ കൂടെ എസ് ടി മാറി എ എസ് ടി എന്നായി. എർസിഎസിന്റെ കൂടെ അല്ലെങ്കിൽ ഇയറിന്റെ കൂടെ ടേ മാറി എ ടേ ആയി. ഇത് യൂസ് ചെയ്യുന്നത് പ്രൊണൗൺസിയേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. arbeiten. arbeiten. ഇവിടെ വെർബ് സ്റ്റെം എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അടുത്ത വെർബ് സ്റ്റെം എന്താണ്? arbeit. സോ വെർബ് സ്റ്റെം എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? ടേയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു ടേ അല്ലെങ്കിൽ ഡേയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന്. സോ ഇവിടെ ടേയിലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് du arbeit. ഡൂവിന്റെ കൂടെ ഏത് എൻഡും ആണ് വരുന്നത്? എസ് ടേ. സോ നമുക്ക് പറയാൻ ഒരു പ്രൊണൗൺസിയേഷൻ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ട് ഒരു എയും കൂടെ ആഡ് ചെയ്യും. സോ du arbeitest. du arbeitest. ഓക്കെ, അടുത്തത് er. er അല്ലെങ്കിൽ സി അല്ലെങ്കിൽ എസ്. അതിന്റെ കൂടെയോ എന്താണ് എൻഡും? ടേ. സോ രണ്ട് ടേ ആകും അല്ലെ ലാസ്റ്റ്. അതുകൊണ്ട് ഒരു പ്രൊണൗൺസിയേഷൻ ഈസി ആകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു എയും കൂടെ വരുന്നത്. സോ arbeitet. arbeitet. എ ആണ് അവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് ഇയറിന്റെയും കൂടെ. ഇയറിന്റെ കൂടെയും നമ്മളൊരു എ ആഡ് ചെയ്യണം. സോ ഇയർ arbeitet. ഇയർ arbeitet. അവിടെയും ടേ ആണല്ലേ നോർമൽ എൻഡും. അതുകൊണ്ടാണ് ഒരു എയും കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കേസ് കൂടെ നോക്കിയാലോ? when a verb stem ends in s, etset അല്ലെങ്കിൽ sharp as s അല്ലെങ്കിൽ set. ഈ മൂന്ന് ബുക്സ്റ്റാബിലാണ് ഒരു വെർബ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ചേഞ്ച് ഡൂവിനാണ്. ഓക്കെ, സോ ഡൂവിന്റെ കൂടെ എന്തായിരുന്നു നോർമൽ എൻഡും? എസ് ടേ. സോ ഓൾറെഡി അവിടെ എസിന്റെ സൗണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എസ് എന്നുള്ള ലെറ്റർ എസ് ടെയിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് ടേ മാത്രമാണ് എഴുതുന്നത്. സോ ഡൂവിന്റെ കൂടെ ടേ വരും. ഇങ്ങനെ ബുക്സ്റ്റാബിലാണ് വെർബ് സ്റ്റെം എൻഡ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഹൈസൻ. ഹൈസൻ. അവിടുത്തെ വെർബ് സ്റ്റെം എന്താണ്? ഹൈസ്. എൻഡ് ചെയ്യുന്നത് ഷാർപ്പ് സെസിലാണ് അല്ലേ? സോ ഡൂവിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള എൻഡിങ് എന്തായിരുന്നു? എസ് ടേ. അവിടെ എസ് റിമൂവ് ചെയ്യും. സോ ഡു ഹൈസ്റ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ടാൻസൻ. ടാൻസൻ. അവിടുത്തെ വെർബ് സ്റ്റെമ്മിലെ എൻഡിങ് എന്താണ്? സെറ്റ്. സോ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡൂവിന്റെ കൂടെ എസ് ടേ റിമൂവ് ചെയ്തിട്ട് ടേ മാത്രം എഴുതുന്നു. സോ ഡു ടാൻസ്ഡ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റൈസൻ. റൈസൻ. അവിടുത്തെ വെർബ് സ്റ്റെം ഏതാണ്? റൈസ്. എൻഡിങ് എന്താണ്? എസ് ആണല്ലേ? സോ ഡു റൈസ്ഡ്. രണ്ട് എസ്സുകൾ വരാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്.
സോ ഡു, റൈസ്ഡ്. ഒരു എസ് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടുമാണ് സ്പെഷ്യൽ കേസസ്. ഒന്ന് വെർബ് സ്റ്റെം ടേ അല്ലെങ്കിൽ ഡേയിൽ അവസാനിക്കുമ്പോൾ, അടുത്തത് വെർബ് സ്റ്റെം എസ് ഷാഫസസ് അല്ലെങ്കിൽ സെറ്റിൽ അവസാനിക്കുമ്പോൾ. സോ റേഗൽമേസിക വെർബൻ ഏതാണ്, ഉൺറേഗൽമേസിക വെർബൻ ഏതാണെന്ന് ആ വെർബിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരുവിധ ഹിന്റും കൊടുത്തിട്ടില്ല. നമ്മൾ ഇത് കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം. ഏതൊക്കെയാണ് റേഗൽമേസിക വെർബൻ, ഏതൊക്കെയാണ് ഉൺറേഗൽമേസിക വെർബൻ. റേഗൽമേസിക വെർബനിലാണെങ്കിൽ അവിടെ ചേഞ്ച് സ്റ്റെമ്മിൽ വരത്തില്ല, ആകെ ചേഞ്ച് വരുന്നത് എൻഡിങ്ങിൽ മാത്രമാണ്. ഉൺറേഗൽമേസിക വെർബനിലാണെങ്കിൽ സ്റ്റെമ്മിൽ ചേഞ്ച് വരും, എൻഡിങ്ങിലും ചേഞ്ച് വരും. സോ ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. ഓരോ വെർബുകളും എടുത്ത് നിങ്ങൾ അതിനെ കോൺജുഗേറ്റ് ചെയ്ത് പഠിക്കുക. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ദാങ്കേ.